അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ വേൾഡ്. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് പഴംപൊരിയാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. കുട്ടികൾക്കും ഭയങ്കര താല്പര്യമാണ് പഴംപൊരിയൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അങ്ങനെ പഴംപൊരിയൊക്കെ ഇത് അവിടെ ചുട്ടെടുക്കുന്നുണ്ട്. അതിന് ശേഷം പിന്നെ എല്ലാവരും കൂടെ നിരത്താണ്ട് ഇരുന്നിട്ട് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു കൂട്ടാ. കട്ടൻ ചായയും പഴംപൊരിയൊക്കെ ആയിരുന്നു രാവിലെ. പിന്നെ നമുക്കിനി ഓരോ പരിപാടിയായിട്ട് അങ്ങ് തുടങ്ങാം. ആദ്യം തന്നെ അലക്കാനായിട്ടാണ് പോയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 2 കിച്ചൺ ടവലുകൾ അലക്കിയിടാനുണ്ട്. പിന്നെ അതേപോലെ ഹൈസിൻ്റെ ജീൻസും എൻ്റെ ജീൻസിൻ്റെ മിഡിയിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു കറണ്ട് അയലിൻ്റെ നീളത്തിൽ അതും ഒന്ന് അലക്കിയിടാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ കിച്ചൺ ടവലൊക്കെ ഒന്ന് സർപ്പ് പൊടിയിൽ ഇട്ട് വെച്ചിരുന്നു. അതങ്ങ് കഴുകിയിട്ടിട്ടു. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഞാൻ മെഷീനിലിട്ട് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അവിടെ അതിൻ്റെ പരിപാടിയും അങ്ങനെ നടക്കും. കുറേ ദിവസമായിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് കുറച്ച് ചെടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറിച്ച് മാറ്റണം എന്നൊക്കെ വിചാരിക്കൂട്ടെ. എന്നും വിചാരിക്കുള്ളൂ, നടക്കലില്ല. അപ്പോൾ ഇന്ന് ഏതായാലും അതിന് വേണ്ടിയിട്ട് തന്നെ അങ്ങോട്ട് സമയം കളയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു ചെടിയൊക്കെ നല്ല രീതിയിൽ ഉണ്ടായിട്ട് പുതിയൊരു മുളമൊക്കെ വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ നിന്ന്. അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോവാം. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഈ കണ്ണ വയലറ്റ് കളറുള്ള ചെടി ഉണ്ടല്ലോ, ഇതിന് ഞാൻ കുറച്ച് കുഞ്ഞ് തണ്ടെടുത്ത് ടൈമെന്ന് വെട്ടിയിട്ട് പുതിയത് മുളപ്പിക്കാൻ വേണ്ടിയിട്ട് പണ്ട് വെച്ചതാണ് കേട്ടോ. പണ്ട് എന്ന് പറഞ്ഞാൽ അത്ര പണ്ടൊന്നുമല്ല, അപ്പം അടുത്ത്. അപ്പോൾ അതൊക്കെ ഒന്നും പറിച്ചെടുക്കണം. എന്നിട്ട് പറിച്ചിട്ട് നമുക്ക് അതിൻ്റെ അടുത്ത് തന്നെ 2-3-4 മാറ്റിയിട്ട് നട്ട് വെക്കാനാണ് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ ഇതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ വെച്ച് മതിൽ പോലെ ആക്കി വരുമ്പോൾ നല്ല രസമാണല്ലോ. അങ്ങനെ വിചാരിച്ചിട്ട് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങൾ മുളപ്പിക്കാനായിട്ട് വെക്കണം കേട്ടോ, പുതിയ തെഴുപ്പ് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വളർന്നിട്ടുണ്ട്. ഇതിന് ഭയങ്കര വേരാണ് കേട്ടോ. അപ്പോൾ ഇതാ ആ ചട്ടിയിൽ നിന്നൊക്കെ ഞാൻ ഇളക്കി പറിച്ചെടുക്കുന്നുണ്ട്. ഇനി പറിച്ചിട്ട് നമുക്ക് ഇതേ സ്ഥലത്ത് കുഞ്ഞു കുഞ്ഞ് വേറെ കഷ്ണങ്ങൾ വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ അതും ഇതേപോലെ വലുതായി വരുമ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് മാറ്റി ഇങ്ങനെ നട്ടുകൊടുക്കാം. അപ്പോൾ നമുക്കിതാ ഇതൊക്കെ ഞാൻ നന്നായിട്ടൊന്ന് പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിലുള്ള ചെടി തന്നെ ആടിപ്പോവോ എന്നൊക്കെ സംശയം ഉണ്ടായിരുന്നു. അത്രക്കും വേര് അടിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞോ ആ ചെറിയ കൈക്കോട്ട് എടുത്തോണ്ടു കൊന്നെ. നേരത്തെ അങ്ങനെ ഞാനിതാ മണ്ണൊക്കെ മാറ്റി 3 സ്ഥലത്തായിട്ട് എടുത്തെടുത്ത് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ബോർഡറായിട്ട് ഇതിങ്ങനെ വെച്ച് പോകുമ്പോൾ ഭയങ്കര രസമാണ് കാണാൻ. അത് ഒത്തിരി ഉണ്ടാവണം കേട്ടോ. അങ്ങനെ അതിന് മുന്നേ ഞാനൊരു കുഞ്ഞത് അവിടെ വെച്ചിരുന്നു, ഒന്ന് തെഴുപ്പ് പിടിപ്പിച്ചത് കേട്ടോ. പക്ഷെ അത് ആട് കടിച്ചു പോയി. ഇപ്രാവശ്യം നമ്മൾ 3 സ്ഥലത്തായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കുഞ്ഞു കുഞ്ഞു തൈകൾ എടുത്തിട്ട്, തൈയല്ല കമ്പുകൾ എടുത്തിട്ട് ഞാൻ ഇതേപോലെ അതേ ചട്ടിയിൽ തന്നെ കുഴിച്ച് വെക്കണമുണ്ട് കേട്ടോ, അടുത്ത പ്രാവശ്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അടുത്തതെന്ന് പറഞ്ഞാൽ ഇനി ചെയ്യാനുള്ളത് വീഡിയോൻ്റെ ഫസ്റ്റ് ഞാൻ കാണിച്ചില്ലേ, വീടിൻ്റെ മുന്നിൽ തന്നെ ഇങ്ങനെ ഈ നീളത്തിൽ നിൽക്കുന്ന ഈ ചെടി ഉണ്ടല്ലോ, അതിൻ്റെ മുകളിൽ വെള്ള കളർ പൂവുണ്ടാവും കേട്ടോ. ബൊക്കൻ്റെ ഉള്ളിലൊക്കെ വെക്കാൻ പറ്റിയ കുഞ്ഞു കുഞ്ഞു പൂവായിട്ടുള്ളത്. കുറച്ചങ്ങോട്ട് വലിയതായിട്ട് തണ്ടൊന്ന് മൂത്ത് കഴിഞ്ഞാൽ ഒരു സീസണിലാണ് ഉണ്ടാവൽ. അപ്പോൾ അതൊക്കെ ഒരേപോലെ വെട്ടിയിട്ട് ഇല്ലാത്ത സ്ഥലത്ത് അടിയിൽ ഇതാ കുറച്ച് സ്ഥലത്ത് അത് വെക്കാത്തതുണ്ട്. വെച്ചതായിരുന്നു കേട്ടോ വരിക്ക് ഒരേപോലെ. അതൊക്കെ നമ്മൾ പള്ളിക്കണത്ത് കൊടുക്കുന്നതാണ്. പക്ഷേ അതൊക്കെ എന്തോന്ന് അറിയില്ല, ചീഞ്ഞു പോയിട്ടാണ്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഒരേ വലുപ്പത്തിന് ഏകദേശം ഒരുപോലെ ആക്കിയിട്ട് ഒന്ന് ഇല്ലാത്ത സ്ഥലത്തൊക്കെ കുത്തി വെക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതൊക്കെ കുത്തി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ കണ്ട ഇടവിട്ടിട്ട് കുറച്ചില്ലല്ലോ, ഞാനത് വെട്ടിയപ്പോൾ അതിൻ്റെ ഒരു രസം പോയിട്ടാണ്. ഇനിയും അതേപോലെ തന്നെ ഉണ്ടാവും. നല്ല ബുഷായിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണ്. ഇവരെ 3 ഞാൻ ഇവിടെയും വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ ഐറ്റങ്ങളെ ഞാൻ അടിയിലും വെച്ചു. സംഭവം അങ്ങോട്ട് അവസാനിപ്പിച്ചു കേട്ടോ. എല്ലാവരും ഇനിയിപ്പോൾ ഈ വലുപ്പമൊക്കെ ആകുമ്പോൾ നമുക്ക് അടുത്തത് മുറിച്ച് കുത്തി വേറെ സ്ഥലത്തേക്ക് കുത്താം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചെറിയ കുറച്ച് കഷ്ണങ്ങൾ വെച്ച് കൊടുത്തിട്ടുണ്ട്, അതും അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ വരുമ്പോഴാണ് നമ്മളെ കാണ്ടാമ്പൂച്ച അവിടെ കിടക്കുന്നത് കണ്ടത് കേട്ടോ. ആൾ ഭയങ്കര കാണുമ്പോൾ നമുക്ക് തോന്നും ഭയങ്കര സംഭവമാണ്, നിന്നാൽ ഭയങ്കര സംഭവമാണ്, അതെന്നെ പറയാനുള്ളൂ. കുറുക്കനെ മാറി നോക്കണ കണ്ട. എനിക്ക് എന്നും മണ്ണ് കയ്യിലൊന്ന് പുരട്ടിയില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. എന്തെങ്കിലും ഒന്ന് കൊത്തിക്കളിച്ച് ഒന്നൊന്ന് മണ്ണിൽ ചിക്കി പനക്കണം, അങ്ങനെയാണ് കേട്ടോ. അതിൻ്റെ ശേഷം പിന്നെ കുറച്ച് വൈതനങ്ങൊക്കെ മരത്തിൽ പൊട്ടിച്ച് വെക്കാനുണ്ടായിരുന്നു കേട്ടോ. വെറുതെ മരത്തും അങ്ങനെ നിർത്തിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് പെറുക്കി പൊട്ടിച്ചു പാത്രത്തിലാക്കാമെന്ന് വിചാരിച്ചു. വെറുതെ ഇതങ്ങനെ പൊട്ടിച്ച് വെക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ എനിക്ക് വൈതനങ്ങനോട് ഒരു താല്പര്യമില്ല.
അപ്പം ഞാനിതാ വഴുതനങ്ങൊക്കെ പൊട്ടിച്ചു. എൻ്റെ ഐസിനെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചതേന്നോട്ടെ. എന്തൊക്കെയോ കുറേ എടുത്ത് വെച്ചിക്കണ്. കുറേ നിലവും ഓൻ്റെ കയ്യന്നെ കുറേ ഇളക്കി കുത്തി എന്തൊക്കെയോ കാട്ടി വെച്ചേക്കണം കേട്ടോ. അങ്ങനെ ഇതാ കുറേ ഭാഗങ്ങൾ ഞാനങ്ങനെ കട്ട് ചെയ്ത് ഒഴിവാക്കി. ഞാൻ വിചാരിച്ചത് നല്ല രീതിയിൽ വീഡിയോ എടുക്കണം എൻ്റെ പിന്നാലെ നടന്നിട്ട് എന്നാണ്. ആകെ അങ്ങോട്ട് ഇളക്കി കുത്തി ഒരാൾക്ക് കാണാൻ പറ്റാത്ത സ്ഥിതിക്കാണ് ഓന് വീഡിയോ എടുത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വഴുതനങ്ങൊക്കെ എടുത്ത് വന്നു. അതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് നേരം വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ എൻ്റെ അനിയത്തിൻ്റെ നാത്തോനൊക്കെ വന്നിട്ട് ഓൾ അടിപൊളി ബിരിയാണിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബിരിയാണിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എടുത്ത് പറയണ്ടേ, എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓൾ ബിരിയാണിയൊക്കെ വെച്ചു. ബിരിയാണി കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ വീഡിയോ എടുത്തത്. ഇപ്പോൾ അതിലൊന്നുമില്ല, കുറച്ച് ചോറ് മാത്രം ബാക്കിയുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകിട്ട് ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു കേട്ടോ വാർപ്പിൻ്റെ മുകളിൽ. അപ്പോൾ ഇതാ ഇതിൻ്റെ അനിയത്തി ഉണ്ടാക്കിയ പൂവാണ് കേട്ടോ. ഓൾക്ക് ഗിഫ്റ്റ് കിട്ടിയെന്നുള്ള പൂവൊക്കെ എടുത്തുകൊണ്ട് ഇർക്കിളിയിലൊക്കെ കൊത്തി സെറ്റ് ചെയ്ത് വെച്ചേക്കണ്. അങ്ങനെ ഓള് പുതിയ ഡ്രസ്സാണ് കേട്ടോ അനിയത്തിൻ്റെ നാത്തോൻ്റെത്. അപ്പോൾ ഇതിട്ടിട്ടാണ് ഓൾക്ക് ഫോട്ടോഷൂട്ട് നടത്താനുള്ളത്. കുറച്ച് നല്ല പിക്സ് എടുക്കണം. അപ്പോൾ അത് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് മോളിലേക്ക് കയറിയതാണ് കേട്ടോ. ഞാനല്ല, എൻ്റെ അനിയത്തിയാണ് എടുത്തു കൊടുക്കണത്. അപ്പോൾ ഞാൻ ജസ്റ്റ് പോയിട്ട് ഓളെ ഡ്രസ്സും പുതിയ മാലയും മുതിരും ഒക്കെ ഒന്ന് വീഡിയോ എടുത്തെന്നുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ ചെക്കന്മാർ അവിടുന്ന് അലമ്പുണ്ടാക്കിയപ്പോൾ ഞാൻ നേരെ താഴത്തിറങ്ങി. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഓരോക്കെ വന്നതിന് ശേഷം ചായ കുടിച്ചു. അതിൻ്റെ അടുക്ക് ആങ്ങളെയും വന്നിരുന്നു. അങ്ങനെ ചായയൊക്കെ കുടിച്ചു. അങ്ങനെ പിന്നെ നൈറ്റ് ആയപ്പോൾ ഞങ്ങൾ ആ ദുബായ് വൈറൽ ചോക്ലേറ്റ് ഇല്ലേ, എന്തോ ഒരു പിസ്ത ചോക്ലേറ്റ്, അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ അത് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത്. അങ്ങനെ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ അൽഹംദുലില്ലാ നല്ലതായിരുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങളെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ കഷ്ടപ്പെട്ട ആ ഒരു വീഡിയോ കാണരുത്, ഇഷ്ടപ്പെട്ട് കണ്ടാൽ മതി, അല്ലാത്തവർ കാണണം എന്നില്ല കേട്ടോ. അപ്പോൾ അത്രയേ പറയാനുള്ളൂ. അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ബൈ.